നമ്മുടെ സമഗ്രമായ സാംസ്കാരിക മണ്ഡലങ്ങളുടെയും ഒക്കെ അടിസ്ഥാന ഭൂമികകളിൽ ഒന്നായ വൈക്കത്ത് നമ്മൾ ഒത്തുചേരുകയാണ്. ഇവിടെ വളരെ സന്തോഷകരമായി 3 ആദരണീയ വ്യക്തികളെ ആദരിച്ചു. അനന്തരം അല്പസമയം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചില ആശയങ്ങൾ മാത്രം പറയാനാണ് നിൽക്കുന്നത്. ഇത് ഏകതാ സമ്മേളനമാണ്. ഇതുപോലെ ഭാരതത്തിലുടനീളം വലുതും ചെറുതുമായ 80,000-ലധികം സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഭാരതത്തിന് പുറത്തും അനേക രാജ്യങ്ങളിൽ വിവിധ പേരുകളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വാർഷികത്തിനനുബന്ധമായി വിഭിന്നങ്ങളായ സമ്മേളനങ്ങളും കാര്യപരിപാടികളും നടക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം ഉണ്ടാവേണ്ടുന്ന അഥവാ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ തന്നെ പറയപ്പെട്ട ഏകതയാണ്. ഏത് തലത്തിലുള്ള ഏകത? മറുപടി എല്ലാ തലങ്ങളിലും. ശക്തമായ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിന് അവനവൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഏകതയാർന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. അത് കഴിഞ്ഞ് കുടുംബതലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുടുംബത്തിൻ്റെ ശക്തി എന്നുള്ളത് ഏകതയിലാണ്. അവിടെ നിന്നങ്ങോട്ട് രാഷ്ട്രം, ഏത് മാനമെടുത്താലും അവിടെ മുഴുവൻ ഏകതയെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദത്തെ നമ്മൾ പറയുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടുന്ന സംഹിത, ആ സംഹിതയിൽ തന്നെ ആദ്യം പറയേണ്ടുന്ന ഒരു സംഹിത 10,552 മന്ത്രങ്ങളാണ് പ്രചരിതമായ പാഠത്തിലുള്ളതെങ്കിൽ അതിലൂടെ ഋഷീശ്വരന്മാർ നമുക്ക് അന്തിമമായി നൽകിയ സന്ദേശം ഏകതയുടെ സന്ദേശമാണ്. സംഗച്ഛധ്വം സംവദധ്വം എന്നാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ചാ പോരാ, രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മൾ ഒന്നിക്കാറുണ്ട്. നമ്മുടെ സമാജത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കാനും നമ്മൾ ഒന്നിക്കാറുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചു എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല. പലപ്പോഴും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമാജിക മനസ്സ് അഥവാ സമൂഹ മനസ്സ്, ഒരു കലക്റ്റീവ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്ന, അത് ഏറെ അപകടകാരിയുമാണ്. കാരണം പലപ്പോഴും കലക്റ്റീവ് മൈൻഡിൽ വിവേകം ഉണ്ടാവാറില്ല, വികാരമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒന്നിക്കാനല്ല ഋഷി പറഞ്ഞത്, ഒന്നിച്ച് നല്ലത് പറയാനാണ്, ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കാനാണ്. ഈ ഒന്നിക്കുകയും നന്മയെ തിരിച്ചറിയുകയും അതിൻ്റെ പോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും, ഈ ഒരു സന്ദേശം എല്ലാ തലത്തിലും നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. എല്ലാ തലത്തിലും. അതിലാദ്യം പറഞ്ഞ വ്യക്തി എന്ന തലത്തിൽ അതെങ്ങനെ നേടിയെടുക്കാം?
അതിനാണ് എല്ലാ ഉപാസനകളും. യോഗം എന്ന പേരിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ സാധനാവിശേഷങ്ങളും, അത് ക്ഷേത്രോപാസനയാവട്ടെ, നാമജപങ്ങളോ പൂജകളോ ഉപവാസങ്ങളോ വ്രതങ്ങളോ ഹോമങ്ങളോ ആവട്ടെ, ഇനി യമനിയമാസനാദി യോഗമാർഗമാകട്ടെ, ശ്രവണ മനന നിധ്യാസങ്ങളുടെ ജ്ഞാനമാർഗമാകട്ടെ, ഏത് മാർഗമായാലും അതെല്ലാം തന്നെ വൈയക്തികമായ കരുത്തിനെ സമാഹരിക്കാൻ, നമ്മുടെ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളുടെ ഏകതയെ നേടിയെടുക്കാൻ അതിനാണ് ലക്ഷ്യമാക്കുന്നത്. അതിലൂടെയാണ് പിന്നീട് ക്രമികമായ സൂക്ഷ്മതലത്തിലേക്കുള്ള ഗതി. രണ്ടാമത്, നമ്മൾ കുടുംബത്തെ പറ്റി ചിന്തിക്കുക, രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുക. ഇത് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം പറയാനുള്ളത്, മനു തൻ്റെ സ്മൃതിയിൽ ഈ ഭൂമിയിലെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് അതിൻ്റെ ഭാഗമായി ജംബുദ്വീപത്തെ വർണ്ണിച്ച്, ജംബുദ്വീപ് എന്ന് പറയുമ്പോൾ ഏഷ്യ വൻകര, അതിൻ്റെ ഭാഗമായി ഭാരതവർഷത്തെ വർണ്ണിക്കുന്ന സന്ദർഭം, ഹിമാലയം മുതൽ സമുദ്രപര്യന്തമുള്ള ഭൂമിയെ, രണ്ട് ഭാഗത്തും ഹിമാലയത്തിൻ്റെ ചെരിവുകളാൽ അതിർത്തി നിശ്ചയിക്കപ്പെട്ട ഭൂമിയെ വർണ്ണിച്ച ശേഷം മനു പറയുന്നൊരു വാക്യം, അത് വളരെ ശ്രദ്ധേയമാണ്. ഏതദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഃ. ലളിതമാണ് അർത്ഥം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഭാരതത്തിൽ ജനിച്ച വിദ്വാന്റെ അരിക നിന്ന് സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. ഇത് ഭാരതത്തിലെ എല്ലാ മനുഷ്യരെ കുറിച്ചുമല്ല, ജംബുദ്വീപത്തിലെ എല്ലാ മനുഷ്യരെ കുറിച്ചുമല്ല, മറിച്ച് ലോകത്തിലെ എല്ലാ മനുഷ്യരും, പൃഥിവ്യാം സർവമാനവാഹ ഏതദ്ദേശ പ്രസൂതസ്യ അഗ്രജന്മനഃ സകാശാത്, ഈ ഭാരതഭൂമിയിൽ ജനിച്ച വിദ്വാന്റെ അരിക നിന്ന് സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ, സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. താത്പര്യം, ലോകത്തിന്റെ മൊത്തം ഗുരു പദവിയാണ് ഭാരതത്തിന്. ലോകത്തിന്റെ മൊത്തം ഗുരു പദവി ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. ആയിരം 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 ആണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് ഭാരതത്തിന്റെ പൂർവ മഹിമയെ സൂചിപ്പിക്കുന്നതാണ്. ആ മഹിമാബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉത്തമ പൗരന്മാരാകൂ. നമ്മൾ പൗരന്മാരായാൽ മാത്രമേ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം പോലും സഫലമായി തീരും. ഇരിക്കട്ടെ, ഇവിടെ മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് ഈ മനുവിൻ്റെ വാക്യത്തിലെ ചെറിയൊരു പദം മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുക്കുകയാണ്. ആ പദം സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന പദമാണ്. ശ്രദ്ധിക്കുക. ബാക്കി വിശദമായി ഭാരതത്തിൻ്റെ ഗുരു പദവിയെക്കുറിച്ച് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ശ്ലോകം വ്യാഖ്യാനിക്കേണ്ടത്. അതിനിപ്പം മുതിരുന്നില്ല. മറിച്ച് ഈ ചെറിയൊരു ഒരു വാക്യം മാത്രം അടർത്തിയെടുക്കുന്നു. സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ. ഈ വാക്യം നമ്മളെല്ലാം ഓർമ്മിക്കണം. സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. ചരിത്രബോധത്തിൽ നിന്നേ ചാരിത്രവാനുണ്ടാവും. നമ്മൾ ചാരിത്രമുള്ളവരാകണോ? നിർബന്ധമായി നമുക്ക് ചരിത്രബോധം വേണം. ചരിത്രത്തെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിശ്ചയമായും അപചരിത്രം നിർമ്മിക്കപ്പെടും. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം
സാമാജികമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപചരിത്ര നിർമ്മിതി, അത് ചരിത്രമായി മാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചരിത്രത്തെയും അപചരിത്രത്തെയും വേർതിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് മാറണമെങ്കിൽ നമുക്ക് ചരിത്രബോധം വേണം. ഇത് നിർബന്ധമാണ്. ചെറിയൊരു ഒരു ദൃഷ്ടാന്തത്തിന് മാത്രം പറയട്ടെ. ലോകത്തിൽ എല്ലാ പ്രദേശങ്ങളിലും പലതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ തിരിച്ചറിയാത്ത അവസ്ഥകൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പീഡന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേദനപ്പെടുത്തുന്ന പീഡന പരമ്പര ഒന്നാമതായി സ്പാനിഷ് ഇൻക്വിസിഷനെ പറയേണ്ടി വരും. സ്പാനിഷ് ഇൻക്വിസിഷൻ കഴിഞ്ഞാൽ ഗോവ ഇൻക്വിസിഷനെ പറയേണ്ടി വരും. ഓർത്തു നോക്കുക, ഗോവ ഇൻക്വിസിഷൻ ഒരു കുന്തത്തിൽ 5-6 പേരെ കുത്തി കയറ്റിയിട്ട്, അഥവാ മലദ്വാരം വഴി കുന്തം മൂർധാവിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഒരാളെ അഗ്നിക്ക് മുകളിലേക്ക്, അല്ലെങ്കിൽ 5-6 പേരെ അഗ്നിക്ക് മുകളിലേക്ക് പിടിച്ചു കാണിച്ചിട്ടാണ് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഗതി വേണോ, അല്ല നിങ്ങൾ മതം മാറാൻ തയ്യാറുണ്ടോ? ഉയർന്ന ആസനത്തിൽ ഇരിക്കുന്ന പോർച്ചുഗീസിൽ നിന്ന് വന്ന ബിഷപ്പ് ഓർമ്മിക്കുക, ജീവിതം പടുത്തുയർത്തിയത്, പിന്നീട് വ്യവസായ മേഖലയിലും മറ്റും ഉയർന്നത്. പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ചരിത്രം പറയാനല്ല, മറിച്ച് മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും ചൂഷണ പരമ്പരകളും മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്ത തരം ക്രൂരതകളും അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. തൊലിയുടെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കറുത്ത വർണ്ണമുള്ളവരെ അടിമകളാക്കി വെച്ച് ചങ്ങലക്കിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേദനകൾ നൽകി വാങ്ങുകയും വിൽക്കുകയും ചെയ്ത മാത്രമല്ല, പിന്നെ എന്നോട് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു സദസ്സിൽ വെച്ച് ഒരു മോള് ചോദിച്ചു, സ്വാമി ഏറ്റവും ദുഃഖിച്ച സമയം ഏതാണെന്ന്. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യം സദസ്സെന്ന് ആരും ചോദിച്ചിട്ടില്ല. നിഷ്കളങ്കയായ കൊച്ചു മോളാ ചോദിച്ചത്, പറയാതിരുന്നു കൂടാ. ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിച്ചത് എപ്പോഴായിരിക്കും? അവൾ പ്രത്യേകിച്ച് ചോദിച്ച സ്വാമിയുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഞാൻ സന്യാസത്തിന് മുമ്പ് കൊച്ചു കുഞ്ഞായപ്പോൾ പലപ്പോഴും പലതിനും ദുഃഖിച്ചതൊന്നും പറയേണ്ട ആവശ്യമില്ല. സന്യാസത്തിന് ശേഷമുള്ളത് പറഞ്ഞാൽ മതി. എപ്പോഴും സ്ഥായീഭാവം സുഖാണ്, സന്തോഷമാണ്. ഒന്നുകൂടി പറയാം, ഒരു സന്യാസി എന്ന നിലയ്ക്ക് എപ്പോഴും സ്ഥായീഭാവം സുഖവും സന്തോഷവും മാത്രമാണ്. എന്നാൽ ദുഃഖമുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. ഞാൻ ഏറ്റവും ദുഃഖിച്ച സന്ദർഭം ആഫ്രിക്കയിൽ കേപ്പ് കോസ്റ്റ് കാസിലിൽ പോയ സമയത്തായിരുന്നു. ഘാനയിലാണ് കേപ്പ് കോസ്റ്റ് കാസിലുള്ളത്. അവിടെ വലിയ വിശാലങ്ങളായ ജനവാതിലുകളും വാതിലുകളും എല്ലാമുള്ള ഹാളുകൾ, അടിമകളെ വാങ്ങാനും വിൽക്കാനും വില പറയാനുമുള്ള ഹാളുകൾ, ഗവർണർക്ക് ഭക്ഷണം കഴിക്കാൻ, ഗവർണർക്ക് കടന്നുറങ്ങാൻ ഒക്കെയുള്ള വ്യത്യസ്ത ഹാളുകൾ, പ്രഭുക്കന്മാർക്ക് താമസിക്കാനുള്ള മുറികൾ, ഹാളുകൾ, കാര്യാലയങ്ങൾ എല്ലാം ഉണ്ട്. കാണുമ്പോൾ വലിയ സന്തോഷം, ആൾക്കാർ ഫോട്ടോ എടുക്കും. എന്നാൽ അതിൻ്റെ അടിയിൽ 2 വലിയ ചേംബറുകൾ ഭൂമിക്കടിയിലാണ്. അതിൽ ഒന്നിലേക്ക് പോയ സമയത്ത് ഏകദേശം ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 50 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതാണ് പുരുഷന്മാരിടുന്ന ചേംബറുകൾ.
2 ചെറിയ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരത്തിലൂടെ മാത്രമാണ് വായു പുറമേന്ന് വരിക. ഇരുമ്പ് വാതിൽ കൊണ്ട് അടച്ച 600 പേരെയാണ് അതിലിട്ടിരുന്നത്. 600 പേരെ. 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചേംബറിൽ 600 പേരെ ഇടുന്നത് സങ്കല്പിക്കും. എന്നിട്ട് ഒരു ദ്വാരത്തിലൂടെ റൊട്ടി ഇട്ട് കൊടുക്കും. ആ റൊട്ടി കഴിച്ചാണ് അവർ ജീവൻ നിലനിർത്തിയത്. മലം അതിൽ തന്നെ, മൂത്രം അതിൽ തന്നെ, മരിച്ചാൽ ശവവും അതിൽ തന്നെ. ആ സമയത്ത് ഷിപ്പ് വന്നാൽ ഷിപ്പിൽ കയറ്റാനുള്ള ഒരു വഴിയുണ്ട്, ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോറിന്റെ മുകളിൽ നിന്ന് അവരെ കുത്താനുള്ള ദ്വാരങ്ങളുണ്ട്. വല്ലാത്തൊരു നൊമ്പരം. കാരണം എൻ്റെ സഹോദരങ്ങളാണല്ലോ ഈ വേദന അനുഭവിച്ചത്. എന്തേ കാരണം? അവന്റെ തൊലി കറുത്തുപോയി എന്ന ഒറ്റ കാരണം. എന്തെന്നില്ലാത്തൊരു ദുഃഖം. അറിയാതെ ആവേശിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തുള്ള 2ാമത്തെ ക്യാബിനിലേക്ക് പോകുന്നത്, ചേംബറിലേക്ക് പോകുന്നത്. അത് സ്ത്രീകളെ ഇട്ട ചേംബറായിരുന്നു. അവിടെ എത്തിയ സമയത്ത് എൻ്റെ മനസ്സ് എൻ്റെ സഹോദരിമാരിലേക്ക് പോയി. കാരണം പുരുഷന്മാർക്ക് മലവും മൂത്രവും മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീകളാവുമ്പോൾ എന്തായാലും മാസത്തിൽ 1 പ്രാവശ്യം മെൻസസ് ആവില്ലേ? ഈ ആർത്തവ രക്തവും മലവും മൂത്രവും ദുർഗന്ധദുഷ്ടമായ സാഹചര്യവും പുഴുക്കളും, അതിൽ നമ്മുടെ സഹോദരിമാര് 300 പേര് ചെറിയൊരു ക്യാബിന്റെ ഉള്ളിൽ. അതിനു മുകളിൽ 2 അടി വീതിയും 3 അടി നീളവുമുള്ള ഒരു ദ്വാരമുണ്ട്. അതിലൂടെയാണ് സായിപ്പിന് തന്നെ ഭോഗിക്കാൻ അനുവദിക്കാൻ സമ്മതം കൊടുക്കുന്ന സ്ത്രീകളെ വലിച്ചു കയറ്റുന്നത്. എന്നിട്ട് അവരൊരു വെള്ളത്തിലിടാൻ ഒരു കിണറുണ്ട്, വൃത്തിയാക്കാൻ. അത് കഴിഞ്ഞ് സായിപ്പന്മാര് കൊണ്ടുപോകും. ഈ ചേംബറിന്റെ ഈ പറഞ്ഞ ദ്വാരത്തിന് നേരെ മുകളിലാണ് ആംഗ്ലിക്കൻ ചർച്ച് ഉള്ളത്. ആ ചർച്ചിന്റെ പുറത്ത് ഇന്നും നിങ്ങൾക്ക് എഴുതി വെച്ചത് കാണാം, ലവ് ദൈ നെയ്ബർ ആസ് തൈസെൽഫ്. ലവ് ദൈ നെയ്ബർ ആസ് തൈസെൽഫ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ഇത് കഥയല്ല പറയുന്നത്. അത് കണ്ടപ്പോണ്ടായ നൊമ്പരമാണ്. സത്യസന്ധമായി നിങ്ങളോട് പങ്കുവെക്കട്ടെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുഃഖം. എന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൊലിയുടെ വർണ്ണത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പീഡനങ്ങളും ചൂഷണ പരമ്പരകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെറേറ്റീവ്സ്, ആഖ്യാനങ്ങള്, ഈ ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും ഒക്കെ ഭാരതത്തിന്റെ മാത്രമാണ്, ഹിന്ദുവിൻ്റെതാണ് എന്ന നിലയ്ക്കാണ്. ഇത് കേട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, സ്കൂളിൽ വളരുന്നത്. സത്യമാണോ എന്ന് ചിന്തിക്കുക. അവിടെയാണ് ലോകത്തിൽ ഒരിടത്തുമില്ലാതിരുന്ന, ഉറപ്പിച്ച് പറയാൻ പറ്റും, ലോകത്തിൽ ഒരിടത്തുമില്ലാതിരുന്ന അധസ്ഥിതരെന്ന് പറയുന്നവർക്ക് വേണ്ടി ഉച്ചസ്ഥിതരെന്ന് പറയുന്നവര് ജാഥ നടത്തിയ ഒരു പ്രക്ഷോഭം. അതിവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ വൈക്കത്തിന്റെ ഭൂമികയിലേക്കാണ് വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും കുട്ടികൾക്ക് പകർന്നു നൽകുകയും വേണം. കാരണം ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അധസ്ഥിതരെന്ന് പറയപ്പെടുന്നവര് മോചനത്തിന് വേണ്ടി സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒളിപ്പോരുകൾ നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ നമ്മൾ നോക്കിയാൽ കാണാം. വിവിധ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അധസ്ഥിതരെന്ന് പറയപ്പെട്ടവര്, പീഡനം ചെയ്യപ്പെട്ടവര്, ചൂഷണം ചെയ്യപ്പെട്ടവര് മനുഷ്യത്വത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് സംഘർഷങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ അധസ്ഥിതരെന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടി ഉച്ചസ്ഥിതരെന്ന് പറയപ്പെടുന്നവര്, താഴ്ന്നവർക്ക് വേണ്ടി ഉയർന്നവർക്ക് സമരം നടത്തിയത് ഈ കേരള മണ്ണിൽ മാത്രമാണ്. അതിന്റെ ഭൂമികയുടെ ലക്ഷ്യം ഈ വൈക്കമായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, അപചരിത്ര നിർമ്മിതികളെ കൊണ്ട് കലുഷിതമാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹ മനസ്സ്.
അതെ. അപ്പൊ ചരിത്ര നിർമ്മിതിയെ കൊണ്ട് അതെങ്ങോട്ടൊക്കെയാ പോണെന്ന് കണക്കില്ല, എന്തൊക്കെയാന്ന് കണക്കില്ല. ഒരു പ്രഭാഷണത്തില് നമ്മൾ തലക്കരം മുലക്കരം ഇവ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പലരും വിചാരിച്ചിട്ടുള്ളത് മുലക്കരം എന്ന് പറഞ്ഞാൽ മുലക്കച്ച ധരിക്കാനുള്ള കരമാണെന്നാണ്. അല്ല, സ്ത്രീകൾ തൊഴിൽ ചെയ്ത് കിട്ടുന്ന കൂലിക്ക് കൊടുക്കുന്ന ടാക്സ് ആയിരുന്നു മുലക്കരം. പുരുഷന്മാര് കൂലിക്ക് ടാക്സ് കൊടുക്കുമ്പോൾ തലക്കരമായിരുന്നു. അതിരിക്കട്ടെ. ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് ഒരു യുവതി, അവൾ കോളേജ് വിദ്യാർത്ഥിനിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയാണ്. അവൾ പറഞ്ഞു, സ്വാമി അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കാൻ 2 മുലകളും മുറിച്ചു കൊടുത്ത നങ്ങേലിയെ നമുക്ക് വിസ്മരിക്കാമോ? ഞാൻ പറഞ്ഞു, മോളൊന്നുമില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയല്ലേ? മനുഷ്യന്റെ ഇത്രയ്ക്കധികം ഞരമ്പുകളും നാഡികളും വന്ന് ചേരുന്ന ഒരു മുല അങ്ങനെ മുറിച്ച് മേൽജാതിക്കാരുടെ മുമ്പിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒന്ന് മുറിച്ച് വെച്ച ശേഷം വീണ്ടും വന്ന് കത്തിയെടുത്ത് അടുത്തത് മുറിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അല്ല, ഗവൺമെന്റ് ആണല്ലോ നങ്ങേലി സ്ക്വയറിന് സാമ്പത്തികമൊക്കെ ചെയ്തതും ആ പദ്ധതി ആവിഷ്കരിച്ചതും ഒക്കെ. അതെ, പക്ഷേ നീ ഇതൊന്നും ചിന്തിക്കില്ല. രണ്ടാമത് ചിന്തിക്കേണ്ട പോയിന്റ്, 1800കളുടെ ആരംഭത്തിൽ നടന്നു എന്ന് പറയുന്ന ആ സംഭവത്തെ കുറിച്ച് 2000-ന് മുമ്പ്, 1997-ന് മുമ്പ് ഏതെങ്കിലും ഒരു ആലേഖനം ഉണ്ടായിട്ടുണ്ടോ? എത്ര ചരിത്ര രചനകൾ അതിനു മുമ്പ് നടന്നു? എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? നാടൻ പാട്ടുകളിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞതിന്റെ താത്പര്യം, നമ്മൾ ചരിത്രബോധം ഇല്ലാത്തവരാകുമ്പോൾ അപ്പൊ ചരിത്ര നിർമ്മിതി വരികയും അത് ദേശീയ മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഏകതാ സമ്മേളനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചരിത്രബോധമുള്ളവരാവണം. എന്നാലേ നമുക്ക് ഉയരാൻ പറ്റൂ, എന്നാലേ ആ ഉയർച്ച സ്ഥായിയാവും. ഇത് പറയുന്ന സമയത്ത് നോക്കൂ, ലോകത്ത് എത്ര പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എണ്ണി പറയാൻ ആർക്കും സാധ്യമല്ല. ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ ഗ്രീക്കിനെ കുറിച്ചും റോമിനെ കുറിച്ചും മെസപ്പൊട്ടാമിയെ കുറിച്ചും ബാബിലോണിയയെ കുറിച്ചും അല്ലെങ്കിൽ മായൻ, ഇൻകോ ഇങ്ങനെയൊക്കെ പഠിച്ചേക്കാം. അവ മാത്രമൊന്നുമല്ല, അനേകം പ്രാചീന സംസ്കാരങ്ങൾ ലോകത്തിലുണ്ടായിരുന്നു. ആ പ്രാചീന സംസ്കാരങ്ങളൊക്കെ മഹിതങ്ങളായിരുന്നു, മഹത്വപൂർണങ്ങളായിരുന്നു. ഈ പ്രകൃതിയെ ആരാധിക്കുന്നവയായിരുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നാശത്തിലേക്കുള്ള മാർഗമാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. അധിനിവേശത്തെ തുടർന്ന് എല്ലാം നശിപ്പിക്കപ്പെട്ടു. എല്ലാം. ഏതാനും ദശകങ്ങളെ വേണ്ടി വന്നുള്ളൂ വിവിധ സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെടാൻ. എന്നാൽ ആ സാമ്രാജ്യത്വ ശക്തികൾ ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്യുകയും, ചിലര് മോഷണത്തിന് വന്നവരാണ്, ചിലര് കച്ചവടത്തിന് വന്നവരാണ്. കച്ചവടത്തിന് വന്നവരായാലും കൊള്ളാം, മോഷണത്തിന് വന്നവരായാലും കൊള്ളാം, ഇവിടെ അധിനിവേശം ഉറപ്പിച്ചു. ഈ ഭാരതം അടിമയാക്കപ്പെട്ടു. എത്ര കാലം? നൂറ്റാണ്ടുകൾ. രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാൽ സഹസ്രാബ്ദത്തിനുപരി. 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെട്ടു, സന്യാസിമാർ ഹിംസിക്കപ്പെട്ടു. നമ്മുടെ സർവകലാശാലകൾ പലപ്പോഴും നാളന്തയും തക്ഷശിലയും ഒക്കെ ഏറെ പ്രസംഗങ്ങളിൽ പറയപ്പെടാറുണ്ട്. പോരാ, 100-കണക്കിന് സർവകലാശാലകൾ നശിപ്പിക്കപ്പെട്ടു. ഗ്രന്ഥശേഖരങ്ങൾ ആഴ്ചകളോളം കത്തി. ഇതൊക്കെ ചെയ്തിട്ടും ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്തൊരു മഹാത്ഭുതമാണ്! ഇതെന്തൊരു മഹാത്ഭുതമാണ്! ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ കേവലം ദശകങ്ങൾ മാത്രം കൊണ്ട് വിജയിച്ചവര് നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും ഇവിടെ അതിനെ നശിപ്പിക്കാൻ കഴിയാതിരുന്നത് ഒറ്റ ഘടകത്തെ കൊണ്ടാണ്, ഒറ്റ കാരണത്തെ കൊണ്ടാണ്.
ആ ഘടകം, ആ കാരണം മറ്റൊന്നല്ല, നമ്മുടെ കുടുംബ വ്യവസ്ഥയാണ്. ചിലരെങ്കിലും സംശയിച്ചേക്കാം, ഇയാൾ എന്ത് വിഡ്ഢിത്താ പറയണത്? ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കുടുംബം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഒന്നോ അതിലധികമോ സ്ത്രീകളും ഒന്നോ അതിലധികമോ പുരുഷന്മാരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു വ്യവസ്ഥയും അങ്ങനെ ഉണ്ടാവുന്ന സന്താനങ്ങളെ വളർത്താനുള്ള വ്യവസ്ഥയും ഒക്കെ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ, അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ, ആദർശങ്ങളെ, അനുഷ്ഠാനങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ, അത് ഭാരതത്തിൽ മാത്രമാണ് ഉണ്ടായത്. ഈ കുടുംബമാണ് നമ്മെ, ഈ ധർമ്മത്തെ, ഈ സംസ്കൃതിയെ നിലനിർത്തിയത്, പോരാ പോഷിപ്പിച്ചത്. ഇതിന്ന് നമ്മൾ ഗൗരവതമമായി ചിന്തിക്കണം. കാരണം അറിയാതെ നമ്മുടെ കുടുംബങ്ങളിൽ ശൈഥില്യം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പരിഹാരം ചെയ്യണം? കുടുംബധർമ്മങ്ങൾ നമ്മൾ വേണ്ടതുപോലെ പാലിക്കുന്നുണ്ടോ? നോക്കൂ, നമ്മൾ കഴിവിന്റെ പരമാവധി വിശ്രമമില്ലാതെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടുന്നുണ്ട് വേദാന്തത്തിന്റെ സന്ദേശവുമായിട്ട്. എങ്കിൽ അതിൻ്റെയൊക്കെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്നുള്ള ഒരു സുഗ്രാമമാണ്. അവിടെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, കൊണ്ടുവരപ്പെടുന്ന പെൺകുട്ടികൾ ഒരു വർഷം 100-ലധികമാണ്. അവിടെ മാത്രം മതം മാറ്റ കേന്ദ്രങ്ങളിൽ നിന്ന്. മതം മാറ്റ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്, അഥവാ നമുക്കിവിടെ വിസ്തരിക്കാൻ കൊള്ളാത്ത, ഇഷ്ടമില്ലാത്ത പലതരം ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട മക്കൾ, അതെ, അവരിൽ ഒരു 70% ഗ്രാജുവേറ്റ്സാണ്, ഒരു 50% പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ്. ഈ ലോകത്തിലെ ഏത് വിഷയത്തെ ചോദിച്ചാലും അവർക്കറിയാം. എന്നാൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ഋഷിമാരെ കുറിച്ച് ചോദിച്ചാൽ, എല്ലാത്തിനും മറുപടി ഒന്നാ: അറിയില്ല, അറിയില്ല, അറിയില്ല. ഈ അറിവില്ലായ്മയ്ക്ക് കുട്ടികൾ കുറ്റക്കാരാണോ? അതുകൊണ്ട് നമ്മുടെ സമാജത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് ഉപദേശിച്ച ഋഷീശ്വരന്മാര് ഏറ്റവും പ്രാധാന്യേന പറഞ്ഞു, ബ്രഹ്മയജ്ഞം. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യണം. കഥകളായിട്ട് മതി, പാട്ടുകളായിട്ട് മതി, കവിതകളായിട്ട് മതി, കളികളായിട്ട് മതി. അല്ലാതെ എല്ലാരെയും പിടിച്ചിരുത്തി മാണ്ഡൂക്യ കാരിക, എന്താ പറയേണ്ടത്, ഭാഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അദ്വൈത സിദ്ധി പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ധാർമ്മിക മൂല്യങ്ങൾ അത് നമ്മൾ പകർന്നു നൽകിയിരിക്കണം. നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും നമ്മുടെ മക്കൾ കാണണം. കുട്ടികളോടേറെ ഉപദേശിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദയവ് ചെയ്ത് കുട്ടികളെ ഉപദേശിക്കാതിരിക്കുക. ഉപദേശം കേട്ട് മടുത്തവരാണ് നമ്മുടെ മക്കൾ, വെറുത്തവരാണ് നമ്മുടെ മക്കൾ. സ്കൂളിൽ ചെന്ന ടീച്ചറുടെ വക ഉപദേശം, വീട്ടിൽ നിന്ന് അമ്മയുടെ വക ഉപദേശം, അച്ഛൻ്റെ വക ഉപദേശം കേട്ട് കേട്ട് മടുത്തവരാ. ദയവ് ചെയ്ത് ഉപദേശിക്കാതിരിക്കുക, മാതൃക കാണിക്കുക. കുട്ടികൾ സന്ധ്യയ്ക്ക് ജപിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും ജപിച്ച് കാണിക്കുക. കുട്ടികൾ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ മുതിർന്നവർ പോവുകയും കൂടെ കുട്ടികളെ കൊണ്ടുപോവുകയും ചെയ്യുക. കഷ്ടപ്പെടുന്നവരെ കുട്ടികൾ സേവിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അവർ കാണണം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന.
എന്തെന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അതാണ് മറ്റുള്ളവർ പിന്തുടരുന്നത്. ഓർമ്മിക്കുക. അതുകൊണ്ട് സദാചാരങ്ങൾ സ്വാഭാവികമായി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടുന്ന കേന്ദ്രമാകണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്, കുടുംബം. എങ്കിൽ ഈ ഏകതാ സമ്മേളനം സാർത്ഥകമാകും. എങ്കിൽ ഏകതയും ഉന്നതിയും നമുക്ക് സംഭവിക്കും. ഇതില്ലാതെ വരുമ്പോഴോ, നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ആരും ഒരു മതവും പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെ ആരും ഒരു മതവും പഠിക്കുന്നില്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഇഷ്ടമുള്ളത് പഠിക്കുന്നു, ഇഷ്ടമുള്ള മാർഗത്തിൽ ജീവിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യം. ഇവിടെ അനാരോഗ്യകരമായ ഒരു അസന്തുലിത ഭാവം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. കുറ്റക്കാരാര്? നമ്മളാണ്. കർത്തവ്യം അറിയുകയുമില്ല. ചിന്തിക്കുക. ഇത് മാറിയേ മതിയാവും. അതുകൊണ്ട് നമ്മളെ വീടുകള്, നമ്മുടെ കുടുംബങ്ങള് ധർമ്മപ്രബോധനത്തിന്റെ കേന്ദ്രങ്ങളാവണം. മുഖ്യമാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾ ശക്തവും സമ്പന്നവുമാകണം. ആരാണ് സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ, ഒരു സംശയവുമില്ല. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത നമ്മുടെ കുടുംബങ്ങളിൽ മുഖ്യമാണ്. സാമ്പത്തിക ഭദ്രത. എങ്ങനെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും? എങ്ങനെ ഐശ്വര്യം ഉണ്ടാവും? ഏതെങ്കിലും ദൈവത്തിന്റെ പേര് വാതിലിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാൽ ഒരു ഐശ്വര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഗുരുവായൂരപ്പരി വീടിന്റെ ഐശ്വര്യം, വൈക്കത്തപ്പരി വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചാൽ ആ സ്റ്റിക്കർ അടിച്ച കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നല്ലാണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്യണം. നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ തൊഴില് കുശലതയോടുകൂടി ചെയ്യണം. അതുകൊണ്ട് വേദം പറഞ്ഞു സമ്പന്നതയെ നേടൂ. നമ്മളിത് തെറ്റിദ്ധരിച്ചു. ഇടക്കാലത്ത് നമ്മൾ, പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രഭാഷകരാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. അവർ സമൂഹത്തോട് പറഞ്ഞു പണം ആഗ്രഹിക്കരുത്, പണം ആഗ്രഹിക്കരുത്. പണം ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? സമ്പത്തില്ലാതെ എങ്ങനെ സമൂഹം മുന്നോട്ട് പോകും? അതുകൊണ്ട് വേദം നമ്മളോട് പറഞ്ഞു പ്രമതിതവ്യം, ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. ഓരോ കുട്ടിയും നിത്യവും പാരായണം ചെയ്യണമെന്ന് വിധിക്കപ്പെട്ട ശ്രീരുദ്രം 300 ചില്ലാൻ പ്രാർത്ഥനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എനിക്ക് പണം ഉണ്ടാവണം, എനിക്ക് സ്വർണ്ണം ഉണ്ടാവണം, എനിക്ക് രത്നം ഉണ്ടാവണം, എനിക്ക് വെള്ളി ഉണ്ടാവണം, കുതിര ഉണ്ടാവണം, ആന ഉണ്ടാവണം, അങ്ങനെ അങ്ങോട്ട് പോവുക പട്ടിക. 300 ചില്ലാൻ പട്ടിക. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു LP സ്കൂളിലെ കുട്ടിയോട് ഒരു ചമക ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾ ഉണ്ടാക്കും. എനിക്ക് സ്മാർട്ട് ഫോൺ വേണം, അത് തന്നെ കഴിയുവെച്ചാൽ ഐഫോണിന്റെ 17 തന്നെ വേണം പറയും. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പ് വേണം പറയട്ടെ. ചെറുപ്പത്തിലെ സമ്പന്നത വേണമെന്ന് ആഗ്രഹിക്കുന്നവര് മടിയന്മാരായി മന്ദന്മാരായി ഇരിക്കുകയോ? ഇല്ല. അതുകൊണ്ട് ഈ സന്ദേശം നമ്മൾ ഓർമ്മിക്കുക. സമ്പത്ത് അതുപോലെ തന്നെ പ്രധാനമാണ്. കരുത്ത്. നമ്മള് ഒന്നിനും കൊള്ളാത്തവരായി പോകരുത്. വലത്തെ കരണത്ത് അടി കിട്ടിയ ഇടത്ത് കാണിച്ചു കൊടുക്കുന്നവരാവരുത്. വലത്തേക്ക് വാങ്ങാത്തവരാകണം. വലത്തേക്ക് ഓങ്ങുന്ന കൈ ഒരു നോട്ടം കൊണ്ട് താഴ്ത്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതിന് ഉപാസനാ ബലം വേണം. ചിന്തിക്കുക. ഇതിനേക്കാൾ പണ്ഡിതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല ആളാ സ്വാമി. വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ല ആളാ? അല്ല, ഒന്നിനും കൊള്ളാത്തവനോ? ഒന്നിനും കൊള്ളാത്തവനവൻ. കണ്ടവന് കൈയിലുള്ള സാധനം അല്ല എന്റെ വായ. ഇത് നമുക്ക് തമാശയാന്ന് തോന്നും. തമാശയല്ല ഇത്. ഇത് നമ്മളെ ദുർബലന്മാരാക്കുന്ന അപസിദ്ധാന്തങ്ങൾ നമ്മുടെ തലയിൽ കയറ്റി വെച്ച് തന്നു പലരും. അപ്പോഴാണ് സ്കൂളിൽ പഠിപ്പിച്ചത് ടീച്ചർ മഹാനായ അശോകൻ എന്ന്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. അശോകൻ എങ്ങനെയാ മഹാനാവുക? മഹാനാകുമായിരുന്നു അദ്ദേഹം രാജപദവി ഒഴിഞ്ഞിട്ട് അഹിംസയെ പാലിച്ചാൽ. എനിക്ക് വയ്യ, ഹിംസ വയ്യ, അതുകൊണ്ട് ഞാൻ രാജപദവി ഒഴിവാക്കുകയാണ്. കഴിവുള്ള ഒരാളെ ആ സീറ്റിൽ ഇരുത്തിയിട്ട് അയാൾ ഹിംസയിൽ നിന്ന് ഒഴിവായാൽ അയാൾ മഹാനാകുമായിരുന്നു. ഇത് രാജാവായി ഇരിക്കുകയും ചെയ്യുക, ഹിംസ ഇല്ലാതാക്കുകയും ചെയ്യുക.
ഇന്ന് ഭാരതം എന്തുകൊണ്ടാണ് ലോകത്തിന്റെ നെറുകയിൽ അടിപതറാതെ നിൽക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഭാരതം സുശക്തമാണെന്ന് ലോകം അറിയുന്നത് കൊണ്ട്. സൈനികമായി, ശാക്തികമായി ഭാരതം സുശക്തമാണ് എന്ന് ലോകം അറിയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഏകതാ സമ്മേളനം നടത്തി സുഖായിട്ട് പ്രസംഗം കേട്ടും പ്രസംഗിച്ചു ഇരിക്കുന്നത്. ഒരു സംശയമില്ല, കരുത്തുള്ളവരായിരിക്കണം നമ്മൾ. ഈ കരുത്തുണ്ടാവണമെങ്കിൽ നമ്മുടെ ആർഭാടങ്ങളും ധൂർത്തുകളും ഒഴിവാക്കി ദയവ് ചെയ്ത് നിങ്ങൾ സ്വത്ത് വിറ്റ് നശിപ്പിക്കാത്തവരാകണം. ഇത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ പൂർവികന്മാർ തന്ന സ്വത്ത് വിറ്റ് നശിപ്പിക്കരുത്. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറും. ഇതെല്ലാം വേദമന്ത്രങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതിൽ നിന്ന് വ്യതിചലിച്ചതാണ് നമുക്ക് പറ്റിയ അപകടങ്ങൾ. നമ്മെ ദുർബലരാക്കാൻ പലരും പരിശ്രമിച്ചു, ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ, ഇനിയും നമ്മുടെ മൂല്യങ്ങളെ തിരിച്ചെടുത്തില്ലെങ്കിൽ ആപത്താണെന്നുള്ളത് ഓർമ്മിക്കുക. ആ ആപത്തിന്റെ മാനം എത്ര കണ്ടുണ്ടെന്നറിയാൻ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. മിക്ക ആൾക്കാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണല്ലോ. നിങ്ങൾ 2002 കേരളത്തിലെ SIR അനുസരിച്ചിട്ട് വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇന്ന് തന്നെ പോയി ചെയ്യൂ. 2025 കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കരടല്ല, ഫൈനലും വന്നു കഴിഞ്ഞു. എങ്കിലും കരട് നമുക്ക് ഇപ്പോൾ ഡൗൺലോഡബിൾ ആണ്. ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഇത് രണ്ടും ഒന്ന് ഒത്തുനോക്കൂ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര വലിയൊരു ആപത്താണ് നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാൻ ഏറെ സമയമില്ല. കേരളത്തിലെ ഹിന്ദുവിന് ചിന്തിക്കാൻ 12-15 കൊല്ലം മാത്രമേ ഉള്ളൂ. തീർത്തു പറയുന്നു, 12 കൊല്ലത്തിനും 15 കൊല്ലത്തിനും ഇടയ്ക്ക് സമയം മാത്രമേ കേരളത്തിലെ ഹിന്ദുവിന് ചിന്തിക്കാൻ ഇനി സമയമുള്ളൂ. അല്ലെങ്കിൽ ഉടനടി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണം. ആ നിയമം അനുസരിച്ച് കർശനമായ നിയന്ത്രണം ജനസംഖ്യാ വർധനവിൽ വരുത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു സംശയമില്ല, 12-15 കൊല്ലം മാത്രമേ ഇവിടുത്തെ ഹിന്ദുവിനെ ഇനി ചർച്ച ചെയ്യാനുള്ളൂ. അപ്പോഴാണ് സമദൂരക്കാരൻ ഹിന്ദു, അങ്ങനെ ഒരു ഹിന്ദു ഉണ്ട്. അപ്പോഴാണ് ഞാൻ നായർ ഹിന്ദു, ഞാൻ ഈഴവ ഹിന്ദു, ഞാൻ ചെറുമര്, ഞാൻ പുലയര്, ഞാൻ നമ്പീശൻ, ഞാൻ മാരാര്, ഞാൻ വാരര് എന്നും പറഞ്ഞ് നമ്മൾ ഭിന്നിച്ചും ഭിന്നിപ്പിക്കാൻ ചില അപ്പകഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരും പരിശ്രമിക്കുന്നത്. ആ അപ്പകഷ്ണം ചിലപ്പോൾ ഒരു കോളേജ് ആയിരിക്കാം, ഒരു സ്കൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ആയിരിക്കാം. ഇത് യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു ഭാഗത്ത് ഞാൻ കോൺഗ്രസ് ഹിന്ദുവാണ്, ഞാൻ CPM ഹിന്ദുവാണ്, ഞാൻ BJP ഹിന്ദുവാണ് എന്ന മട്ടില് ചിലരെങ്കിലും ചിന്തിക്കും, സ്വാമി എന്താ ഈ വിഡിത്തം പറഞ്ഞേ? CPM ഒന്നും ഹിന്ദുവാന്ന് പറയണില്ലല്ലോ. പറഞ്ഞൂലോ, ഭക്തസമ്മേളനം അടക്കം നടത്തിയില്ലേ, അയ്യപ്പ ഭക്ത സമ്മേളനം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൊക്കെ നല്ല ഉപനിഷത് മന്ത്രങ്ങളും മറ്റുമല്ലേ ഇപ്പൊ ദിവസവും വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെത്ര വലിയൊരു പുരോഗതിയാ. ആ പുരോഗതി എങ്ങനെ ഉണ്ടായി? ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നതിന്റെ പരിണാമമാണ്. 2018 ഒറ്റക്കെട്ടായി ഹിന്ദു നിലകൊണ്ടതിന്റെ പരിണാമമാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്തേണ്ടി വന്നതും ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കണമെന്ന് സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കേണ്ടി വന്നതും. അത് ഹിന്ദുവിന്റെ ശക്തിയാണ്. ആ ശക്തി വേണ്ടിടത്ത് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം, വേണ്ടതുപോലെ പ്രയോഗിക്കാൻ സാധിക്കണം. പൗരനെ സംബന്ധിച്ച് ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ സന്ദർഭം ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭമാണ്. ആ സമയത്തും ഇത് ഓർമ്മിക്കാൻ സാധിക്കണം. ഹിന്ദുവിനെ അപമാനിക്കുന്നവർക്ക്, ഹിന്ദുവിനെ അവഹേളിക്കുന്നവർക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ലോകം മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ഒരൊറ്റ ആദർശത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അത് വർഗീയത ഇല്ലാത്തതാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ സാധിക്കണം. പറഞ്ഞാലോ ഫലമുണ്ട്.
രണ്ട് ഉദാഹരണം മാത്രം പറയാം. നമ്മൾ സമയം ഇവിടെ വന്നപ്പോൾ ചോദിച്ചു എത്രയാ നിങ്ങൾ ഉദ്ദേശിച്ച സമയം, കാരണം സമയം ഒന്നും എഴുതി വെച്ചിട്ടില്ല ഓരോരുത്തർക്കും. സ്വാമി 45 മിനിറ്റെങ്കിലും പറയണേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ 44 മിനിറ്റ് ആവുകയാണ്. സമയ കൃത്യത മുഖ്യമാണ് ജീവിതത്തിൽ. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. ഏതാ 2 സന്ദർഭങ്ങൾ. ഒന്ന്, വിശാല ഹിന്ദു സമ്മേളനം എറണാകുളത്ത് നടന്ന സമയത്ത് 1982 കർക്കടക മാസം രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചു. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖങ്ങൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന പത്രങ്ങൾ പിറ്റേന്ന് വെണ്ടയ്ക്ക നിരത്തി ഇത് കേരളത്തെ വർഗീയമാക്കാനുള്ള നീക്കമാണെന്ന്. ഹിന്ദു സമൂഹം അതിനെ തള്ളിക്കളഞ്ഞു. എന്ത് ഫലം ഉണ്ടായി? ഇന്ന് അതേ പത്രങ്ങളില് കർക്കടകം 1 രാമായണ മാസാരംഭം, 1-ാം പേജിൽ ഒരു മുത്തശ്ശി വായിക്കുക, 2 കുട്ടികൾ നോക്കുക എന്നൊക്കെയുള്ള ചിത്രം, 2-ാം പേജിൽ രാമായണ പ്രഭാഷണം. എന്തേ കാരണം? ഹിന്ദു സമാജം ഏറ്റെടുത്തപ്പോ അതിന്റെ കൂടെ അവർക്ക് വരേണ്ടി വന്നു. രണ്ടാമത് നേരത്തെ പറഞ്ഞു, 2018 ഇരുളിന്റെ മറവിൽ കോടതി വിധി ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ദിശയിൽ വേഷപ്രച്ഛന്നകളായി യുവതികളെ ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചവർക്ക് നടത്തേണ്ടി വന്നു. ഇപ്പോഴാ ഭക്തന്മാർക്ക് അനുകൂലമായിട്ടേ ഞങ്ങൾ സത്യവാങ്മൂലം കൊടുക്കൂ എന്ന് പറയേണ്ട അവസ്ഥ വന്നു. ഈ കരുത്തിന്റെ സന്ദേശം ഓർമ്മിക്കുക. കൈയടിക്കണ്ട, അതിന് പോലെ അടുത്ത ആളെ അടിച്ചോളൂ, വല്ല ഗുണമുണ്ടാകും. സ്വന്തം കൈ ഇങ്ങനെ അടിച്ച് നശിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് രാമന് പറ്റിയ അപകടം നമുക്ക് പറ്റരുത്. രാമൻ എന്താ അപകടം പറ്റിയത്? രാമൻ മഹാശക്തിശാലിയല്ലേ? രാമൻ ഏറ്റവും വലിയ ശക്തിശാലിയാ. പക്ഷേ ലങ്കയിലേക്ക് സമുദ്രത്തോട് വഴി ചോദിച്ചും കൊണ്ട് രാമൻ ദർഭയും വിരിച്ച് ഉപവാസം ഇരുന്നു സമുദ്രത്തിന്റെ മുമ്പിൽ. 1 അല്ല 2 അല്ല 3 ദിവസം. 3-ാം ദിവസമാണ്, അല്ല രാമ ഈ പണി എന്താ അത്? ശരിയാണല്ലോ. രാമൻ എഴുന്നേറ്റ് ദർഭ മാറ്റി, എല്ലാം മാറ്റി, അമ്പും വില്ലും എടുത്തു. സമുദ്രം പറഞ്ഞു, ആ വഴി നിങ്ങള് ചിറ കെട്ടിക്കോളൂ, മറക്കരുത്. കരുത്തിന്റെ അടുത്ത് കരുത്ത് മാത്രമേ വിജയിക്കൂ. ആ കരുത്താണ് നമുക്ക് നമ്മുടെ ദേവതകളൊക്കെ തന്നിട്ടുള്ളത്. ഇവിടെ മഹാദേവനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ശൂലം താഴെ വെച്ച മഹാദേവൻ ഉണ്ടാവില്ല. അവിടെ വിഷ്ണുവിനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ശംഖവും ചക്രവും ഗദയും പത്മവുമുള്ള വിഷ്ണുവായിരിക്കും. ഒരിക്കലും ശസ്ത്രവും അസ്ത്രവും താഴെ വെച്ച വിഷ്ണു ഇല്ല. ഭഗവതിയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഈ എത്ര കൈകളാ എന്റെ ഭഗവതി? ഏതിലെങ്കിലും ഉണ്ടോ ഒരായുധം ഇല്ലാത്തതായിട്ട്? എല്ലാരും ആക്രമിക്കണം എന്നല്ല പറഞ്ഞത്, കരുത്തരായിരിക്കണം, ശക്തരായിരിക്കണം. ശക്തിയെ ഉപാസിക്കണം, കരുത്തിനെ ഉപാസിക്കണം. ദൗർബല്യത്തെ ഉപാസിച്ച് എന്നും നശിക്കാൻ ഇടവരരുത്. അതിലേറ്റവും വലിയ കരുത്ത് ഐക്യത്തിന്റെ കരുത്താണ്. ആ ഏകതയുടെ സന്ദേശം നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിലായാലും സൈനിക മേഖലയിലായാലും കയറ്റുമതിയുടെ മേഖലയിലായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലായാലും ഇനി ഹെവി എക്യുപ്മെന്റ്സിന്റെ മേഖലയിലായാലും എല്ലാം ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 15 കൊല്ലം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും മികച്ച 200 യൂണിവേഴ്സിറ്റികൾ എടുത്തിരുന്നെങ്കിൽ ഒന്നുപോലും ഭാരതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് 14ലധികം യൂണിവേഴ്സിറ്റികൾ ഭാരതത്തിൽ നിന്നാണ്. ഈ ഒരു കുതിച്ചുകയറ്റം എല്ലാ മേഖലയിലും ഭാരതത്തിൽ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ വിപരീതമായി കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ ഒരു വിരുദ്ധത ശരിക്കും മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ട് ഉയരണം, എന്താക്കണം എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സങ്കല്പത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. സന്തോഷം.